ഹായ് മക്കളെ, എല്ലാവർക്കും ഇന്നത്തെ ഫിസിക്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മോഷൻ ഇൻ എ സ്ട്രൈറ്റ് ലൈൻ എന്ന് പറയുന്ന ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്തു. എന്താണ് അവിടെ ഡിസ്പ്ലേസ്മെന്റ്, എന്താണ് ഡിസ്റ്റൻസ്, എന്താണ് സ്പീഡ്, എന്താണ് വെലോസിറ്റി, ആവറേജ് സ്പീഡ്, ആവറേജ് വെലോസിറ്റി, ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി എന്തൊക്കെയാണെന്ന് ഇപ്പോൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി നമ്മൾ പറയാൻ പോകുന്നത് എന്താണ് ആക്സിലറേഷൻ, ആക്സിലറേറ്റഡ് മോഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് യൂണിഫോം ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് നോൺ യൂണിഫോം ആക്സിലറേഷൻ. ഈ കാര്യമാണ് ഇപ്പോൾ ഇനി പഠിക്കാൻ പോകുന്നത്. അപ്പോൾ വളരെ സിമ്പിളായിട്ട് നമുക്ക് എപ്പോഴും റേ ഡയഗ്രം, ഈ ലൈൻ ഡയഗ്രം നോക്കുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് നമുക്ക് ഈ കാര്യങ്ങളൊക്കെ എളുപ്പത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, ഇപ്പോൾ ഒരു ബോഡി ട്രാവൽ ചെയ്യുമ്പോൾ ഒരേ വെലോസിറ്റിയിൽ ഈക്വൽ ഡിസ്റ്റൻസസ് ആണ്, ഈക്വൽ ടൈം ഇന്റർവെൽ കവർ ചെയ്യുന്നതെങ്കിൽ അതിനെന്താ പറയുക? ഇറ്റ് ഈസ് സെറ്റ് ടു ബി യൂണിഫോം മോഷൻ. യൂണിഫോം മോഷൻ അതിൻ്റെ അർത്ഥം ഒരേ സ്പീഡിലാണ്, വെലോസിറ്റി മാറുന്നില്ല. വെലോസിറ്റി മാറുന്നില്ലെങ്കിൽ അതിനെന്തില്ല? ആക്സിലറേഷൻ ഇല്ല. ആക്സിലറേഷൻ ഉണ്ടാകുമ്പോൾ വെലോസിറ്റി കൂടും. നമ്മൾ വണ്ടിയുടെയൊക്കെ ആക്സിലറേറ്റർ കൊടുത്തു കഴിഞ്ഞാൽ വണ്ടിയുടെ സ്കൂട്ടറിൻ്റെ ഒക്കെ സ്പീഡ് കൂടും. ബ്രേക്ക് അപ്പ് ചെയ്യുമ്പോൾ അവിടെ ഡീസലറേഷൻ, റിട്ടാർഡേഷൻ ഉണ്ടാവും, അപ്പോൾ സ്പീഡ് കുറയും. അപ്പോൾ ആക്സിലറേഷനോ റിട്ടാർഡേഷനോ ഒന്നും സംഭവിക്കുന്നില്ലെങ്കിൽ ആ ബോഡി ഒരേ സ്പീഡിലാണ് മൂവ് ചെയ്യുക. എന്നാൽ ഇനി നമ്മൾ പറയാൻ പോകുന്നത് വെലോസിറ്റി മാറുന്ന കേസാണ്. വെലോസിറ്റി ഇങ്ങനെ മാറുന്നുണ്ട്, ഓരോ സെക്കൻഡിലും വെലോസിറ്റി ചേഞ്ച് ചെയ്യാണ്. സോ ദ ബോഡി ഈസ് ട്രാവലിംഗ് ഫ്രോം എ ടു ബി, എയിൽ നിന്നും ബിയിലേക്ക് ട്രാവൽ ചെയ്യാൻ. At the first initial time, at the 0th second, the body is moving with a velocity. ഞാൻ ഇവിടെ പറയുന്നത് ഡിസ്റ്റൻസ് അല്ല, ഓരോ ഇൻസ്റ്റന്റിലെയും വെലോസിറ്റി ആണ് ഞാൻ ഇവിടെ മാർക്ക് ചെയ്യാൻ പോകുന്നത്. സോ 0th സെക്കൻഡിൽ ഈ ബോഡിയുടെ വെലോസിറ്റി ഇവിടെ പറയുന്നത് the body is moving with a velocity of 2 meter per second. 2 meter per second ആണ്. അടുത്ത ഒരു സെക്കൻഡ്, അതായത് ഒന്നാമത്തെ സെക്കൻഡിലെത്തി, അതിന്റെ വെലോസിറ്റി ഞാൻ നോക്കിയാണ്, അപ്പോഴും വെലോസിറ്റി തന്നെയാണ്, 2 meter per second ആണ്. ദാറ്റ് മീൻസ് ദ ബോഡി ഈസ് മൂവിങ് വിത്ത് ദ സെയിം വെലോസിറ്റി. വെലോസിറ്റി ഈസ് നോട്ട് ചേഞ്ചിങ്. നെക്സ്റ്റ് 2 സെക്കൻഡ് ആയി, അപ്പോഴും വെലോസിറ്റി തന്നെയാണ്, 2 meter per second ആണ്. 4th സെക്കൻഡിൽ നോക്കി, അപ്പോഴും 2 meter per second ആണ്. 5th സെക്കൻഡ് നോക്കി, അപ്പോഴും വെലോസിറ്റി തന്നെയാണ്, 2 meter per second ആണ്. ദാറ്റ് മീൻസ് throughout the motion the velocity of the body is a constant. So this type of motion is called uniform motion. What is the acceleration here? What acceleration etraya? There is no acceleration because acceleration undengil velocity change cheyum. Ivada velocity ku oru change illa, so there is no acceleration. And now ini mattoru case njan parayan povana. Ipo initially adinte velocity ipo 2 meter per second aanu viyarichu. അടുത്ത ഒരു സെക്കൻഡ്, അതില്ലെങ്കിൽ ഇപ്പോൾ ഇത് റെസ്റ്റിലാണ്, 0 meter per second ആണ്. ഇനീഷ്യലി ആ ബോഡി അനങ്ങാൻ നിൽക്കുകയാണ്. ഒരു സെക്കൻഡ് കഴിഞ്ഞപ്പോൾ ഇത് മൂവ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തു, മൂവ് ചെയ്യാൻ തുടങ്ങി. സോ അതിന്റെ വെലോസിറ്റി ഉണ്ടാകും അല്ലെ? വെലോസിറ്റി ഒരു സെക്കൻഡ് കഴിഞ്ഞപ്പോൾ അതിന്റെ വെലോസിറ്റി 2 meter per second ആയി. എത്രയായി? 2 meter per second. സോ വെലോസിറ്റിക്ക് എന്തുണ്ട്? ചേഞ്ച് ഉണ്ട്. ഓക്കെ, അടുത്തൊരു സെക്കൻഡ് കഴിഞ്ഞപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഇത് വീണ്ടും വെലോസിറ്റി കൂടിയിട്ടുണ്ട്. എത്രയായിട്ടുണ്ട്? 5 meter per second. അടുത്തതിൽ നോക്കിയപ്പോൾ ഒരു 12 meter per second ആയി, വെലോസിറ്റി വീണ്ടും കൂടി. അടുത്തതിൽ നോക്കിയപ്പോൾ ഒരു 13 meter per second ആയി. സോ വെലോസിറ്റി ഈസ് ചേഞ്ചസ്. സോ ഇവിടെ എന്തുണ്ട്? ആക്സലറേഷൻ ഉണ്ട് അല്ലെ? ഓരോ സെക്കൻഡിലും നോക്കുക, ഇവിടെ വെലോസിറ്റിയിൽ എത്ര ചേഞ്ച് ഉണ്ടായിട്ടുണ്ട്? 2 - 0. ഇവിടെ 2 meter per second വെലോസിറ്റി ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അടുത്തത് 5 - 2 നോക്കുക, അടുത്തൊരു സെക്കൻഡ് വെലോസിറ്റിയിൽ എത്ര ചേഞ്ച് ഉണ്ടായി? ഇവിടെ 2 ആയിരുന്നു, ഒരു സെക്കൻഡ് കഴിഞ്ഞപ്പോൾ 5 ആയിട്ടുണ്ട്, വെലോസിറ്റി നല്ല കൂടി അല്ലെ? അതായത് 5 - 2 = 3 meter per second. അടുത്തൊരു സെക്കൻഡിൽ 12 - 5 എന്ന് പറഞ്ഞാൽ 7 meter per second. ഇവിടെ നല്ലൊരു ചേഞ്ച് ഉണ്ടായിരുന്നു, വെലോസിറ്റി 7 meter per second വെലോസിറ്റിയിൽ ചേഞ്ച് ഉണ്ടായി. അടുത്ത ഒരു സെക്കൻഡിൽ 12 ഉള്ളത് 1 meter per second വെലോസിറ്റിയിൽ ചേഞ്ച് ഉണ്ടായി. അപ്പൊ ഇവിടെ വെലോസിറ്റി കണ്ടിന്യൂസ് ആയിട്ട് ചേഞ്ച് ചെയ്യുന്നുണ്ട്, കൂടുന്നുണ്ട് അല്ലെ? വെലോസിറ്റി കൂടുന്നുണ്ട്. സോ ദിസ് ടൈപ്പ് ഓഫ് മോഷൻ, ഇതിനെയാണ് നമ്മൾ ആക്സിലറേറ്റഡ് മോഷൻ എന്ന് പറയാം. ഇത് എന്ത് മോഷനാണ്? ആക്സിലറേറ്റഡ് മോഷൻ ആണ്. ഓക്കെ, അപ്പൊ ഇത്തരം മോഷൻ, അതായത് ഇഫ് ദ വെലോസിറ്റി ഓഫ് എ ബോഡി ചേഞ്ചസ്, ദ മോഷൻ ഈസ് ടു ബി ആക്സിലറേറ്റഡ് മോഷൻ. ഇനി നമ്മൾ പറയാൻ പോകുന്നത് എപ്പോഴാണ് യൂണിഫോം ആക്സിലറേറ്റഡ് മോഷൻ എന്ന് പറയാം. യൂണിഫോം ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? വാട്ട് ഈസ് യൂണിഫോം ആക്സിലറേഷൻ? യൂണിഫോം ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ ഈ വെലോസിറ്റിക്ക് ഉണ്ടാകുന്ന ചേഞ്ചിനെയാണ് ആക്സിലറേഷൻ എന്ന് പറയാം. ഈ ആക്സിലറേഷൻ, അതായത് വെലോസിറ്റിക്ക് ഉണ്ടാകുന്ന ചേഞ്ച് യൂണിഫോം ആണെങ്കിൽ, അതായത് ഓരോ ഇൻസ്റ്റന്റിലും വെലോസിറ്റി കൂടുന്നത് ഒരേ അളവിലാണെങ്കിൽ, അതിനെയാണ് നമ്മൾ യൂണിഫോം ആക്സിലറേഷൻ എന്ന് പറയാം.
ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഇവിടെ നമ്മൾ നോക്കുക, ആദ്യം 2 മീറ്റർ പെർ സെക്കൻഡ് ആണ്, പിന്നെ 3 ആണ് കൂടിയത്, പിന്നെ 7 കൂടി, പിന്നെ കുറച്ചേ കൂടിയുള്ളൂ, 1 കൂടിയിട്ടുള്ളൂ. വെലോസിറ്റി ചേഞ്ച് ചെയ്യുന്നുണ്ട്, പക്ഷെ ഓരോ സമയത്തും ഓരോ അളവിലാണ് വെലോസിറ്റിയിൽ ഉണ്ടാകുന്ന ചേഞ്ച്, ഓരോ വാല്യൂ ആണ്. ഇനി ഞാൻ പറയുന്നു, ഇവിടുത്തെ ഈ ഒരു കേസ് ഞാൻ മാറ്റുകയാണ്. ഞാൻ മറ്റൊരു എക്സാമ്പിൾ ആക്കി പറഞ്ഞുതരാം. ഇപ്പോൾ ഇത് 0 മീറ്റർ പെർ സെക്കൻഡ്, ഒരു സെക്കൻഡ് കഴിഞ്ഞപ്പോൾ 2 മീറ്റർ പെർ സെക്കൻഡ് ആയി. അടുത്തൊരു സെക്കൻഡ് കഴിഞ്ഞപ്പോൾ അത് 4, വീണ്ടും വെലോസിറ്റി കൂടി 4 മീറ്റർ പെർ സെക്കൻഡ്. നെക്സ്റ്റ് ഒരു സെക്കൻഡ് കഴിഞ്ഞപ്പോൾ 6 മീറ്റർ പെർ സെക്കൻഡ്. അടുത്തൊരു സെക്കൻഡ് കഴിഞ്ഞപ്പോൾ ദാറ്റ് ഈസ് 8 മീറ്റർ പെർ സെക്കൻഡ്. ഇവിടെയും വെലോസിറ്റി ചേഞ്ച് ചെയ്യുന്നില്ലേ? യെസ്. അപ്പോൾ എന്ത് മോഷനാണ്? ആക്സിലറേറ്റഡ് മോഷനാണ്. എന്നാൽ ഈ ആക്സിലറേഷൻ ഒരു പ്രത്യേകതയുണ്ട്. എന്താണ്? ഇവിടെ നോക്കൂ, ആദ്യത്തെ സെക്കൻഡിൽ വെലോസിറ്റി ചേഞ്ച് ചെയ്തുള്ള 2 മീറ്റർ പെർ സെക്കൻഡ് ആണ്. അടുത്ത സെക്കൻഡിലും വെലോസിറ്റിയിലുണ്ടായിട്ടുള്ള മാറ്റം 2 മീറ്റർ പെർ സെക്കൻഡ് ആണ്. അടുത്ത സെക്കൻഡിലും വെലോസിറ്റിക്ക് ഉണ്ടായിട്ടുള്ള ചേഞ്ച് 2 മീറ്റർ പെർ സെക്കൻഡ് ആണ്. അടുത്ത സെക്കൻഡിലും വെലോസിറ്റിക്ക് ഉണ്ടായിട്ടുള്ള ചേഞ്ച് എന്താണ്? 2 മീറ്റർ പെർ സെക്കൻഡ് ആണ്. അതായത് ഓരോ സെക്കൻഡിലും വെലോസിറ്റിക്ക് ഉണ്ടാകുന്ന ചേഞ്ച് ഒരുപോലെയാണെങ്കിൽ അത്തരം മോഷനെയാണ് എന്ത് പറയുന്നത്? യൂണിഫോം ആക്സിലറേറ്റഡ് മോഷൻ. ഇവിടെ ആക്സിലറേഷൻ ആണ് യൂണിഫോം, ഒരിക്കലും മോഷൻ യൂണിഫോം അല്ല. മനസ്സിലാക്കിക്കോ. യൂണിഫോം ആക്സിലറേറ്റഡ് മോഷൻ എന്ന് പറഞ്ഞാൽ അത് യൂണിഫോം മോഷൻ അല്ല. യൂണിഫോം മോഷൻ ആവണമെങ്കിൽ വെലോസിറ്റി മാറാനേ പാടില്ല. ഇവിടെ വെലോസിറ്റി മാറുന്നുണ്ട്, ആ മാറ്റം യൂണിഫോം ആണ്. അതുകൊണ്ട് ഇതിനെ യൂണിഫോം ആക്സിലറേറ്റഡ് മോഷൻ എന്നാ പറയാ. യൂണിഫോം ആക്സിലറേഷൻ, അതായത് വെലോസിറ്റിക്ക് ഉണ്ടാകുന്ന ചേഞ്ച് യൂണിഫോം ആണ്. ഓരോ സെക്കൻഡ് കഴിയുമ്പോഴും ഒരേ അളവിൽ സ്പീഡ് കൂടി കൂടി വരും. അതായത് എല്ലാ സമയത്തും ഒരേ ഡിസ്റ്റൻസ് ആണോ അപ്പോൾ കവർ ചെയ്യുക? അല്ല, വെലോസിറ്റി കൂടുന്നില്ലേ? ആദ്യം 0 ആണ്, പിന്നെ 2 മീറ്റർ ആയി, പിന്നെ 4 ആണ്. അതായത് ആദ്യത്തെ സെക്കൻഡിൽ ഒരു സെക്കൻഡിൽ 2 മീറ്ററേ കവർ ചെയ്യുന്നുള്ളൂ. അടുത്ത ഒരു സെക്കൻഡ് ആകുമ്പോഴേക്കും 4 മീറ്റർ പെർ സെക്കൻഡ് എന്ന് പറഞ്ഞാൽ അടുത്ത സെക്കൻഡിൽ 4 മീറ്റർ ഡിസ്റ്റൻസ് കവർ ചെയ്യുന്നുണ്ട്. അടുത്ത 6 ആയി എന്ന് പറഞ്ഞാലോ അടുത്ത സെക്കൻഡിൽ 6 മീറ്റർ കവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ യൂണിഫോം മോഷൻ ആണോ? അല്ല, അത് നോൺ യൂണിഫോം മോഷൻ ആണ്. അതായത് ആക്സിലറേറ്റഡ് മോഷൻസ് ആർ നോൺ യൂണിഫോം മോഷൻസ്. But here the acceleration, that means the change in velocity change ഉണ്ടാകുമ്പോൾ അതിന് ആക്സലറേഷൻ എന്ന് പറയും. ആക്സലറേഷൻ ഉണ്ടെങ്കിൽ നോൺ യൂണിഫോം മോഷൻ ആണ്. എന്നാൽ ഈ ആക്സലറേഷൻ വെലോസിറ്റിക്ക് ഉണ്ടാകുന്ന ചേഞ്ച് എല്ലാം ഒരുപോലെ ആയതുകൊണ്ട് ഇതിനെ നമുക്ക് യൂണിഫോം ആക്സലറേറ്റഡ് മോഷൻ എന്ന് പറയാം. അപ്പോൾ ഇതാണ് യൂണിഫോം ആക്സലറേറ്റഡ് മോഷൻ. ഞാൻ നേരത്തെ പറഞ്ഞ കേസ് എന്താണ്? അതും ആക്സലറേഷൻ ആണ്, ബട്ട് ഇറ്റ് ഈസ് നോൺ യൂണിഫോം ആക്സലറേറ്റഡ് മോഷൻ ആണ്. എങ്ങനെയാണ് നോൺ യൂണിഫോം എന്ന് പറഞ്ഞാൽ? ഓരോ ഇൻസ്റ്റന്റിലും വെലോസിറ്റിക്ക് ചേഞ്ച് ഉണ്ടാകുന്നുണ്ട്, അത് ഒരുപോലെ അല്ലെങ്കിൽ അതിനെ നോൺ യൂണിഫോം ആക്സലറേഷൻ എന്ന് പറയാം. അപ്പോൾ എന്താണ് നോൺ യൂണിഫോം ആക്സലറേഷൻ എന്ന് പറഞ്ഞാൽ? ഇത് യൂണിഫോം ആക്സലറേഷൻ ആണ്. അടുത്തത് എന്താണ് നോൺ യൂണിഫോം എന്ന് പറഞ്ഞാൽ? നോൺ യൂണിഫോം ആക്സലറേഷൻ. നോൺ യൂണിഫോം ആക്സലറേഷൻ എന്ന് പറഞ്ഞാൽ ദ വെലോസിറ്റി ചേഞ്ചസ് എന്താണ്? The change in velocity is different in same time interval. അങ്ങനെയാണെങ്കിൽ ഇറ്റ് ഈസ് ടു ബി നോൺ. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഇവിടെ നമ്മൾ നോക്കാം, ഇപ്പോൾ 2 മീറ്റർ പെർ സെക്കൻഡ് ആണ്. ഇത് 4 ഉള്ളത് ഇതിപ്പോൾ ഒരു 6 ആയെന്ന് വിചാരിച്ചു. ഇത് 6 ഉള്ളത് വീണ്ടും വെലോസിറ്റി കുറഞ്ഞപ്പോൾ 5 ആയെന്ന് വിചാരിച്ചു. വെലോസിറ്റി കുറയും ചെയ്യാം, അങ്ങനെയും കേസ് ഉണ്ട് കേട്ടോ. 5 ആയി, ഇതിപ്പോൾ 2 ആയി. സോ ഇവിടെ ഉണ്ടാകുന്ന ചേഞ്ച് ഇൻ വെലോസിറ്റി നമ്മളൊന്ന് കണ്ടു നോക്കാം. ആദ്യത്തെ കേസ് 0 to 2 മീറ്റർ പെർ സെക്കൻഡ് ആണ് അല്ലെ വെലോസിറ്റി ചേഞ്ച്. ഈ 2 6 ആയി, അപ്പൊ എത്രയായി? അവിടെ 4 മീറ്റർ പെർ സെക്കൻഡ് ആയി. 6 5 ആയി, അതിനർത്ഥം -1 മീറ്റർ പെർ സെക്കൻഡ് ആണ്. വെലോസിറ്റി ഒന്ന് കുറയാണ് ചെയ്ത് അല്ലെ. ഫൈനൽ വെലോസിറ്റിയിൽ നിന്നും ഇത് മൈനസ് ചെയ്യും. അപ്പൊ 5 - 6 എത്രയാ വരിക? -1 ആണ്. ഇനി ഇത് 2 - 5 ആണ്, അപ്പൊ എന്താ വരിക? -3 മീറ്റർ പെർ സെക്കൻഡ് ആണ്. സോ വെലോസിറ്റി മാറുന്നുണ്ട്. ഇവിടെ 2 ആണ് ചേഞ്ച് ഇൻ വെലോസിറ്റി, ഇവിടെ 4 ആണ്, ഇവിടെ -1 ആണ്, ഇവിടെ -3 ആണ്. സോ ദ ചേഞ്ച് ഇൻ വെലോസിറ്റി ഈസ് ഡിഫറെന്റ് ഇൻ എന്താണ് സെയിം ടൈം ഇന്റർവെൽ. അങ്ങനെയാണെങ്കിൽ ദിസ് ഈസ് സെറ്റ് ടു ബി നോൺ യൂണിഫോം മോഷൻ. അപ്പോൾ യൂണിഫോം ആക്സലറേഷൻ എന്ന് പറഞ്ഞാൽ ഇഫ് ദ ചേഞ്ച് ഇൻ വെലോസിറ്റി ഓഫ് എ ബോഡി ഈസ് സെയിം ഇൻ സെയിം എന്താണ് ഇന്റർവെൽസ് ഓഫ് ടൈം. സെയിം ടൈം ഇന്റർവെൽ വെലോസിറ്റിക്ക് ഉണ്ടാകുന്ന ചേഞ്ച് ഒരുപോലെയാണെങ്കിൽ, ഈക്വൽ ആണെങ്കിൽ, ഇഫ് ദ ചേഞ്ച് ഇൻ വെലോസിറ്റി is equal in equal intervals of time, the acceleration is said to be uniform acceleration. If it is different, it is said to be non-uniform acceleration. അപ്പോൾ യൂണിഫോം ആക്സലറേഷൻ എന്താണ്, നോൺ യൂണിഫോം ആക്സലറേഷൻ എന്താണെന്ന് പറഞ്ഞാൽ മനസ്സിലായല്ലോ. ഇവിടെ നോൺ യൂണിഫോം ആക്സലറേഷൻ ആണ്. ഇവിടുന്ന് എന്താണ് ഇവിടുത്തെ ആക്സലറേഷൻ എത്രയും നമുക്ക് കൃത്യമായിട്ടൊന്നും പറയാൻ പറ്റൂല. ഓരോ സമയത്തും ഓരോ ആക്സലറേഷൻ ആണ്. എന്നാൽ യൂണിഫോം ആക്സലറേഷൻ ആണെങ്കിൽ കൃത്യമായിട്ട് നമുക്ക് പറയാൻ പറ്റും. ഒരു സെക്കൻഡിൽ ഉണ്ടാകുന്ന വെലോസിറ്റിയുടെ ചേഞ്ച് എല്ലാ സെക്കൻഡിലും വെലോസിറ്റി ഒരുപോലെയാണ്. അപ്പോൾ ഒരു സെക്കൻഡിൽ ഉണ്ടാകുന്ന വെലോസിറ്റിയുടെ ചേഞ്ച് എന്താണ്? അതാണ് ആ സമയത്ത് യൂണിഫോം ആക്സലറേഷൻ ആണെങ്കിൽ ഒരൊറ്റ ആക്സലറേഷൻ ഉണ്ടാവുള്ളൂ അല്ലേ. ഇവിടെ നേരത്തെ പറഞ്ഞ കേസ് നമ്മൾ എടുത്തു നോക്കുക. നേരത്തെ പറഞ്ഞ കേസിൽ ഇപ്പൊ
0 2i 4i 6i 8i ഓരോ സെക്കൻഡിലും 2 മീറ്റർ പെർ സെക്കൻഡ് ആണ് എന്ത് ചെയ്യുന്നത് ചേഞ്ച് ചെയ്യുന്നത് 2 മീറ്റർ പെർ സെക്കൻഡ് അതിനർത്ഥം എല്ലാ സമയത്തും ആക്സലറേഷൻ ആണ് യൂണിഫോം ആക്സലറേഷൻ ആണ് അപ്പോൾ യൂണിഫോം ആക്സലറേഷൻ ആണെങ്കിൽ അവിടെ ആക്സലറേഷൻ ഒന്നേ ഉള്ളൂ ആ ആക്സലറേഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും ഒരു സെക്കൻഡിൽ വെലോസിറ്റിക്ക് ഉണ്ടാവുന്ന ചേഞ്ച് ആണ് ഇവിടെ ആകെ വെലോസിറ്റിക്ക് ഉണ്ടാവുന്ന ചേഞ്ച് കാണാം അതായത് തുടക്കത്തിൽ ഇതിന്റെ ഇനീഷ്യൽ വെലോസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ ഇനീഷ്യൽ വെലോസിറ്റിയെ നമുക്ക് യു എന്ന് കൊടുക്കാം സാധാരണ വെലോസിറ്റിയെ വി കൊണ്ടാണ് പറയാം പക്ഷെ നമ്മൾ യു യൂസ് ചെയ്യാറുണ്ട് തുടക്കത്തിലുള്ള വെലോസിറ്റിയെ ഇനീഷ്യൽ വെലോസിറ്റിയെ നമുക്ക് യു കൊണ്ട് റെപ്രസെന്റ് ചെയ്യാം ഫൈനൽ വെലോസിറ്റിയെ നമുക്ക് എന്ത് കൊടുക്കാം വി കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം റെപ്രസെന്റ് ചെയ്യാം അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇവിടെ നമുക്ക് നിങ്ങളോട് ചോദിക്കുകയാണ് എന്താണ് ഇവിടുത്തെ ആക്സലറേഷൻ അപ്പൊ ആക്സലറേഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദ ചേഞ്ച് ഇൻ വെലോസിറ്റി ഡിവൈഡ് ബൈ ടൈം അതല്ലെങ്കിൽ എന്താണ് ഒരു സെക്കൻഡിൽ ഉണ്ടാകുന്ന വെലോസിറ്റിയുടെ ചേഞ്ചിനെയാണ് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി ഈസ് കാൾഡ് ആക്സലറേഷൻ അപ്പൊ ആക്സലറേഷൻ നമ്മൾ എങ്ങനെ കാണും നിങ്ങളോട് ചോദിക്കുകയാണ് വാട്ട് ഈസ് ആക്സലറേഷൻ ഹൗ യു ക്യാൻ ഫൈൻഡ് ആക്സലറേഷൻ ഓഫ് എ ബോഡി ഒരു ബോഡിയുടെ ആക്സലറേഷൻ എങ്ങനെ കാണാം ദാറ്റ് ഈസ് ആക്സലറേഷൻ എന്ന് പറഞ്ഞാൽ എ ഈസ് ഈക്വൽ ടു നമുക്ക് കാണുന്നത് എ എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി ആണ് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി ആണ് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ഒരു സെക്കൻഡിൽ ഉണ്ടാകുന്ന വെലോസിറ്റി റേറ്റ് കാണാന്ന് പറഞ്ഞാൽ ഒരു സെക്കൻഡിൽ ഉണ്ടാകുന്ന ചേഞ്ച് അപ്പോൾ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി എന്ന് പറഞ്ഞാൽ വെലോസിറ്റിക്ക് ഒരു സെക്കൻഡിൽ ഉണ്ടാകുന്ന ചേഞ്ച് അതിനെയാണ് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി അതിനെയാണ് ആക്സലറേഷൻ എന്ന് പറയാം ഒരു ബോഡിക്ക് ആക്സലറേഷൻ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം വെലോസിറ്റി മാറുന്നുണ്ട് അപ്പോൾ ഒരു സെക്കൻഡിൽ വെലോസിറ്റിക്ക് ഉണ്ടാകുന്ന മാറ്റം എത്രയാണോ അതിനെയാണ് നമ്മൾ ആക്സലറേഷൻ എന്ന് പറയാം അല്ലേ അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് എങ്ങനെ കാണാം റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി കാണാൻ ഇക്വേഷൻ ആണ് ചേഞ്ച് ഇൻ വെലോസിറ്റി അതായത് ചേഞ്ച് ഇൻ വെലോസിറ്റിയുടെ റേറ്റ് ആണ് അപ്പൊ ചേഞ്ച് ഇൻ വെലോസിറ്റി ആദ്യം കാണാം ചേഞ്ച് ഇൻ വെലോസിറ്റി ഡിവൈഡഡ് ബൈ റേറ്റ് എങ്ങനെ കാണാം അതിനെ നമ്മൾ ടൈം കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി അപ്പോൾ ചേഞ്ച് ഇൻ വെലോസിറ്റി ഡിവൈഡഡ് ബൈ ടൈം ആണ് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി എന്ന് പറഞ്ഞാൽ എങ്ങനെ നമ്മൾ വെലോസിറ്റിയുടെ ചേഞ്ച് കാണാം നമുക്കറിയാം തുടക്കത്തിലെ വെലോസിറ്റി ഇത്രയാണ് അവസാനത്തിലുള്ള വെലോസിറ്റി ഇത്രയാണ് അപ്പൊ എങ്ങനെയാണ് നമ്മൾ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി കാണാം തുടക്കത്തിലുള്ള വെലോസിറ്റിയും അവസാനത്തെ വെലോസിറ്റി നമുക്കറിയാമെങ്കിൽ ഫൈനൽ വെലോസിറ്റിയിൽ നിന്നും ഇനീഷ്യൽ വെലോസിറ്റി മൈനസ് ചെയ്യാം അപ്പൊ അവസാന വെലോസിറ്റി നമ്മൾ വി എന്ന് കൊടുക്കാം മൈനസ് തുടക്കത്തിലെ വെലോസിറ്റി യു ആണ് സോ വി മൈനസ് യു ഡിവൈഡഡ് ബൈ ടൈം ടി ആണ് അപ്പൊ ആക്സലറേഷന്റെ എക്സ്പ്രഷൻ നമുക്ക് കിട്ടി എ ഇസ് ഈക്വൽ ടു വി മൈനസ് യു ബൈ ടി ഇതാണ് ആക്സലറേഷൻ യൂണിഫോം ആക്സലറേഷന്റെ കേസിൽ നമുക്ക് ആക്സലറേഷൻ കാണാൻ പറ്റുന്ന എക്സ്പ്രഷൻ ആണ് ഓർ യു ക്യാൻ സേ ദിസ് ഇസ് ആവറേജ് ആക്സലറേഷൻ ഇപ്പൊ നോൺ യൂണിഫോം ആണെങ്കിലും നമ്മൾ അവിടെ ടോട്ടൽ ചേഞ്ച് ബൈ ടൈം സാധാരണ യൂണിഫോം ആക്സലറേഷന്റെ കേസിലാണ് നമ്മൾ കാണുന്നത് സോ എ ഇസ് ഈക്വൽ ടു വി മൈനസ് യു ബൈ ടി അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ കേസിലെ വെലോസിറ്റി ആക്സലറേഷൻ ഒന്ന് കണ്ടുകൂടെ എങ്ങനെ ആക്സലറേഷൻ കാണാം എ ഇസ് ഈക്വൽ ടു റിലേഷൻ എന്താണ് വി മൈനസ് യു ബൈ ടി വാട്ട് ഇസ് വി ഫൈനൽ വെലോസിറ്റി എന്താണ് 8 meter per second ആണ് 8 meter per second so 8 minus what is initial velocity that is 0 8 minus 0 divided what is the time 0 ൽ നിന്നും എത്ര സെക്കൻഡ് ആണ് എടുത്തത് 5 സെക്കൻഡ് ആണ് അല്ലേ സോ 5 so you will get 8 by 5 meter per second square so the SI unit of acceleration is meter per second square ആണ് സെക്കൻഡ് സ്ക്വയർ എന്ന് വരാൻ കാരണം എന്താ ഇവിടെ ചേഞ്ച് ഇൻ വെലോസിറ്റി ഒരു വെലോസിറ്റി കുറച്ച് കഴിഞ്ഞാൽ വെലോസിറ്റി തന്നെ കിട്ടും അത് മീറ്റർ പെർ സെക്കൻഡ് ആണ് ബൈ ടൈം ആണ് താഴെയുള്ളത് സെക്കൻഡ് ആണ് അപ്പോൾ മീറ്റർ പെർ സെക്കൻഡ് ബൈ സെക്കൻഡ് സെക്കൻഡും ഒരുമിച്ച് സെക്കൻഡ് സ്ക്വയർ വരും സോ SI unit of എന്താണ് ആക്സലറേഷൻ ഈസ് മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ഓക്കെ അപ്പോൾ ഈ ഒരു കാര്യം ഓർത്തിരിക്കുക അതുപോലെ തന്നെ ഡയമെൻഷൻ ഫോമിൽ നമ്മൾ പഠിച്ചതാണ് ആക്സലറേഷൻ ആണെങ്കിൽ വെലോസിറ്റി ബൈ ടൈം ആണ് വെലോസിറ്റിയുടെ LT⁻⁻1 ആണ് ബൈ ടൈം ഈ ടി കൂടി മുകളിലേക്ക് വരുമ്പോൾ T⁻²2 എന്ന് വരും LT⁻²2 ഈസ് ദ ഡയമെൻഷണൽ ഫോമുല ഓഫ് ആക്സലറേഷൻ ഓൾറെഡി നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ് അപ്പോൾ ആ കാര്യം ഓർത്തിരിക്കുക ഓക്കെ അപ്പോൾ ഇതാണ് ആക്സലറേഷൻ എന്ന് പറഞ്ഞാൽ ആക്സലറേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്ന റിലേഷൻ ആണ് A is equal to V minus U by T ഓക്കെ ഇത് ക്ലിയർ ആണല്ലോ ഓക്കെ അപ്പോൾ നമ്മൾ എന്താണ് ആക്സലറേഷൻ എന്ന് പറഞ്ഞു അവിടെ രണ്ട് ടൈപ്പ് ആക്സലറേഷൻ ഉണ്ട് യൂണിഫോം ആക്സലറേഷൻ നോൺ യൂണിഫോം ആക്സലറേഷൻ യൂണിഫോം ആക്സലറേഷന്റെ കേസിൽ നമുക്ക് ആക്സലറേഷൻ കാണാം അത് സാധാരണ നമ്മൾ ആവറേജ് ആക്സലറേഷൻ എന്ന് പറയും അല്ലേ അതെന്താണ് ഫൈനൽ വെലോസിറ്റിയിൽ നിന്നും ഇനീഷ്യൽ വെലോസിറ്റി മൈനസ് ചെയ്യുക V minus U divided by T കാണുക ഇനി നമ്മൾ പറയുന്നത് ഇൻസ്റ്റന്റേനിയസ് ആക്സലറേഷൻ നമ്മൾ നേരത്തെ ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി പറഞ്ഞു അതേ രൂപത്തിൽ ഒരു ബോഡിക്ക് നോൺ യൂണിഫോം ആക്സലറേഷൻ ആണെന്ന് വിചാരിച്ചു
ഇപ്പൊ യൂണിഫോം ആക്സലറേഷൻ ആണെങ്കിൽ അതിന്റെ ഏത് സമയത്ത് ഏത് ഇൻസ്റ്റന്റിൽ ആക്സലറേഷനും എന്ത് തന്നെയായിരിക്കും, അതിന്റെ ആവറേജ് ആക്സലറേഷൻ ആയിരിക്കും അല്ലേ. ഇപ്പൊ നമ്മൾ പറഞ്ഞു എന്താണ് ഒരു ബോഡി എന്താണ് ട്രാവൽ എ നിന്ന് ബിയിലേക്ക് പോകുമ്പോൾ അങ്ങനെ ഓരോ ടൈമിലും അതിന്റെ വെലോസിറ്റിക്ക് ഉണ്ടാകുന്ന ചേഞ്ച് ഒരുപോലെയാണ്. അപ്പൊ 2 m/s² ആണ്. അപ്പൊ അതിന്റെ ആക്സലറേഷൻ നമ്മൾ കണ്ടപ്പോൾ 2 m/s² ആക്സലറേഷൻ കിട്ടി. അതിന്റെ അർത്ഥം ഓരോ സെക്കൻഡിലും അതിന്റെ വെലോസിറ്റി ചേഞ്ച് ചെയ്തു. ഇപ്പൊ 0 m/s ഉള്ളത് ഒരു സെക്കൻഡ് കഴിഞ്ഞപ്പോൾ 2 m/s ആയി, അടുത്തൊരു സെക്കൻഡിൽ 4 m/s ആയി, അടുത്തൊരു സെക്കൻഡിൽ 6 m/s ആയി, അടുത്തതിൽ 8 m/s ആയി. അങ്ങനെ ഓരോ ടൈം ഇൻ്റർവെലും ഈക്വൽ ടൈം ഇൻ്റർവെൽ വെലോസിറ്റിക്ക് ഉണ്ടാകുന്ന ചേഞ്ച് ഈക്വൽ ആണെങ്കിൽ നമ്മൾ പറഞ്ഞു ഇതിനെ യൂണിഫോം ആക്സലറേഷൻ, അവിടുത്തെ ആക്സലറേഷൻ എന്താണ് 2 m/s ആണ്. അപ്പൊ ഇതിന്റെ ആവറേജ് ആക്സലറേഷൻ നിങ്ങൾ കണ്ടുനോക്കുക. നമുക്ക് എന്താ കിട്ടുക? 8 - 0 by എത്രയാണ് 4 അല്ലെ. 8 - 0 by 4 എന്ന് പറഞ്ഞാൽ 8/4 = 2 m/s² എന്ന് കിട്ടും. ഓക്കെ, 2 m/s². ഇനി നിങ്ങളോട് എന്താണ് ചോദിക്കുകയാണ്, ഇതിന് ഇപ്പോ മൂന്നാമത്തെ സെക്കൻഡിലുള്ള ഇതിന്റെ ആക്സലറേഷൻ എന്നാണ്. മൂന്നാമത്തെ സെക്കൻഡ് ആക്സലറേഷൻ എന്ന് പറഞ്ഞാൽ ഇത് ഒരേ ആക്സലറേഷൻ ആണെങ്കിൽ, യൂണിഫോം ആക്സലറേഷൻ ആണെങ്കിൽ ഇതിന്റെ അതായത് ആവറേജ് ആക്സലറേഷൻ യൂണിഫോം ആക്സലറേറ്റഡ് മോഷൻ ആണെങ്കിൽ അതിന്റെ ആവറേജ് ആക്സലറേഷൻ നമ്മളിപ്പോൾ ആവറേജ് അല്ലെ, ആവറേജ് ആ ആക്സലറേഷൻ ഇപ്പോൾ 2 m/s എന്ന് പറഞ്ഞാൽ അത് ഇൻസ്റ്റന്റേനിയസ് ആക്സലറേഷൻ സെയിം ആയിരിക്കും. അതായത് ഇത് ഒരേ രൂപത്തിലാണ് ആക്സലറേഷൻ, ഏത് സമയത്തും അതിന്റെ ആക്സലറേഷൻ ഒന്ന് തന്നെയാണ്, അത് 2 m. അത് ഏത് ഇൻസ്റ്റന്റിലും അതിന്റെ ആക്സലറേഷൻ 2 m/s² ആയിരിക്കും. എങ്ങനെയാണെങ്കിൽ യൂണിഫോം ആക്സലറേഷൻ ആണെങ്കിൽ നമ്മൾ പറഞ്ഞു യൂണിഫോം മോഷൻ ആണെങ്കിൽ എല്ലാ സമയത്തും അതിന്റെ വെലോസിറ്റി യൂണിഫോം ആണ്. അപ്പൊ അതിന്റെ ഏതൊരു യൂണിഫോം മോഷന്റെ കേസിൽ ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി കണ്ടാൽ അതെന്തിനെയായിരിക്കും, അതിന്റെ ആ വെലോസിറ്റി തന്നെയാണ് കിട്ടുക. എന്നാൽ നോൺ യൂണിഫോം മോഷൻ ആണെങ്കിൽ നമ്മൾ അവിടെ പറഞ്ഞു ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി കാണുന്ന കേസ് നമ്മൾ പറഞ്ഞു. അതേ രൂപത്തിൽ ഇവിടെ നോൺ യൂണിഫോം ആക്സലറേഷൻ ആണെന്ന് വിചാരിച്ചു. നോൺ യൂണിഫോം ആക്സലറേഷൻ അതായത് ആക്സലറേഷൻ ഉണ്ട്, അത് യൂണിഫോം ആയിട്ടല്ല. 0 m/s അതിങ്ങനെ മാറുന്നുണ്ട്. അത് ചടുക്ക് 6 ആയിട്ട് മറ്റൊരു എന്താണ് ഒരു ആക്സലറേറ്റഡ് മോഷൻ എക്സിക്യൂട്ട് ചെയ്യാണ്. ഇവിടെ 20 m/s അത് ഒരേ അളവിലല്ല വെലോസിറ്റി ഉണ്ടാവുന്ന ചേഞ്ച്. ആദ്യം നല്ല ഉണ്ടാവും, ഇടയ്ക്ക് മാറും. അപ്പൊ നിങ്ങളോട് ചോദിക്കുകയാണ്, ഇതിൽ ഒരു പെർട്ടിക്കുലർ ടൈം അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ പൊസിഷൻ പി എന്ന് പറയുന്ന പൊസിഷനിൽ എത്തുമ്പോൾ അതല്ലെങ്കിൽ ഒരു പ്രത്യേക സമയത്ത് ഈ ബോഡിയുടെ എന്ത് ചോദിക്കുകയാണ്, വാട്ട് ഈസ് ദ ആക്സലറേഷൻ അറ്റ് എനി ഇൻസ്റ്റന്റ് ഓഫ് ടൈം. ഒരു പെർട്ടിക്കുലർ ഇൻസ്റ്റന്റിൽ ഉണ്ടാകുന്ന ആക്സലറേഷൻ ആണ് നമ്മൾ എന്ത് ആക്സലറേഷൻ എന്ന് പറയുന്നത്, ഇൻസ്റ്റന്റേനിയസ് ആക്സലറേഷൻ. ഇത് കാണുമ്പോൾ എങ്ങനെയാ ചെയ്യുക, ഇവിടെ നേരത്തെ ചെയ്ത രൂപത്തിൽ നിങ്ങൾ പി എന്ന് പറയുന്ന പോയിന്റ് ഇൻക്ലൂഡ് ചെയ്യുന്ന രൂപത്തിൽ അവിടെ ഉണ്ടാകുന്ന വെലോസിറ്റിയുടെ ചേഞ്ച് കാണാം. അതായത് പി എന്ന പോയിന്റ് എത്തിയതിന് തൊട്ട് മുമ്പുള്ള വെലോസിറ്റി നോക്കുക, അത് കഴിഞ്ഞ ഉടനെ തന്നെ വെലോസിറ്റി നോക്കുക. അപ്പോൾ ചെറിയൊരു ചേഞ്ച് ഇൻ വെലോസിറ്റി ഇങ്ങനെ മാറും അല്ലെ, ആക്സലറേറ്റഡ് മോഷൻ ആണ്. സോ വെലോസിറ്റി ഇങ്ങനെ മാറുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ചെറിയ ടൈം ഇന്റർവെല്ലുള്ള ഒരു ചെറിയ ചേഞ്ച് ഇൻ വെലോസിറ്റി ΔV എന്ന് പറയാം. ഇപ്പോൾ ΔV എന്ന് പറഞ്ഞാൽ എ സ്മോൾ ചേഞ്ച് ഇൻ വെലോസിറ്റി അറ്റ് എനി ഇൻസ്റ്റന്റ് ഓഫ് ടൈം. ഒരു ഇൻസ്റ്റന്റിൽ ആ സമയത്തുള്ള വെലോസിറ്റിയിലെ ചെറിയ ചേഞ്ച് എടുക്കുക, അതിനെടുക്കുന്ന ടൈമാണ് എന്ത് ΔT എങ്കിൽ ഇവിടെ നമുക്ക് ഇൻസ്റ്റന്റേനിയസ് ആക്സിലറേഷൻ ഇൻസ്റ്റന്റേനിയസ് ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു നമുക്കിവിടെ പറയാം നേരത്തെ പറഞ്ഞ രൂപത്തിൽ ലിമിറ്റ് ΔT ടെൻസ് ടു 0 ദാറ്റ് ഈസ് ΔV ഡിവൈഡഡ് ബൈ ΔT അല്ലെ. ΔV എന്ന് പറഞ്ഞാൽ എന്താണ്, ചേഞ്ച് ഇൻ വെലോസിറ്റി ബൈ ടൈം. ചേഞ്ച് ഇൻ വെലോസിറ്റി ബൈ ടൈമിനെയാണ് ആക്സലറേഷൻ എന്ന് പറയാം. പക്ഷെ ഇവിടുത്തെ പ്രത്യേകത ΔTയുടെ വാല്യൂ വളരെ ചെറുതാണ്. അപ്പോൾ ΔTയുടെ വാല്യൂ വളരെ ചെറുതാകുമ്പോൾ ഒരു ബോഡി ഇങ്ങനെ ആക്സലറേറ്റ് ചെയ്ത് പോകുമ്പോൾ ഒരു പെർട്ടിക്കുലർ പൊസിഷനിൽ ഉണ്ടാകുന്ന ആക്സലറേഷൻ കാണാൻ വേണ്ടി നമ്മൾ ആ ഒരു സമയത്തുള്ള ചെറിയൊരു ചേഞ്ച് ഇൻ വെലോസിറ്റി കാണുക, അവിടെയുള്ള ആ ടൈം ഇന്റർവെൽ എടുക്കുക. ആ ചേഞ്ച് ഇൻ വെലോസിറ്റി ബൈ എന്താണ് ടൈം ഇന്റർവെൽ എടുക്കുമ്പോൾ നമുക്ക് ഒരു ചെറിയൊരു ആ സമയത്തെ ആക്സലറേഷൻ നമുക്ക് കിട്ടും. അതിനെയാണ് ഇൻസ്റ്റന്റേനിയസ് ആക്സലറേഷൻ. ഇതിനൊന്നിച്ച് ഇങ്ങനെ എഴുതുന്നതിന് പകരം കുറച്ചുകൂടി സിമ്പിൾ ആയിട്ട് നമുക്ക് എഴുതാം, ദാറ്റ് ഈസ് dV/dt. അപ്പോൾ dV/dt എന്ന് പറഞ്ഞാൽ അതായത് ആക്സലറേഷൻ ഈസ് ഈക്വൽ ടു നമുക്ക് ഇൻസ്റ്റന്റേനിയസ് ആക്സലറേഷനെ നമുക്ക് എന്തെഴുതാം, ഇൻസ്റ്റന്റേനിയസ് ആക്സലറേഷൻ ഈസ് ഈക്വൽ ടു dV/dt. ദാറ്റ് ഈസ് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി ഗിവ്സ് ആക്സലറേഷൻ. മനസ്സിലായല്ലോ. അപ്പൊ ഇതാണ് ഇൻസ്റ്റന്റേനിയസ് ആക്സലറേഷൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് നമ്മൾ ഇൻസ്റ്റന്റേനിയസ് ആക്സലറേഷൻ. അപ്പോൾ എന്താണ് ഇൻസ്റ്റന്റേനിയസ് ആക്സലറേഷൻ എന്ന് പറഞ്ഞാൽ, ഇറ്റ് ഈസ് ദ ആക്സലറേഷൻ ഓഫ് ആൻ ഒബ്ജെക്ട് അറ്റ് എനി ഇൻസ്റ്റന്റ് ഓഫ് ടൈം. അതിനെയാണ് ഇൻസ്റ്റന്റേനിയസ് ആക്സലറേഷൻ. അത് കാണുന്ന എക്സ്പ്രഷൻ ഇങ്ങനെയാണ്, A is equal to dV/dt. എന്താണ് dV/dt വരാനുള്ള കാരണം മനസ്സിലായല്ലോ. അതായത് നമ്മൾ ത്രൂ ഔട്ട് മോഷനിൽ ഒരു പ്രത്യേക പൊസിഷനിൽ ഉണ്ടാകുന്ന ചെറിയ ചേഞ്ച് ഇൻ വെലോസിറ്റി, ഏത് പൊസിഷനിലെ ആക്സലറേഷൻ ആണോ നമുക്ക് കാണേണ്ടത് ആ സമയത്ത് ചെറിയൊരു വെലോസിറ്റിയിൽ ചേഞ്ച് എടുക്കുക, അതിനെടുക്കുന്ന സമയം
ടൈം കാണാം, അതിനെ ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്കൊരു ആക്സലറേഷൻ കിട്ടും. ആ ആക്സലറേഷനെ നമുക്ക് ഇൻസ്റ്റന്റേനിയസ് ആക്സലറേഷൻ എന്ന് പറയാം. എപ്പോൾ ഈ ഡെൽറ്റ ടിയുടെ വാല്യൂ ആ ടൈം ഇന്റർവൽ വളരെ ചെറുതായിട്ടാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ. സോ ഇതാണ് ഇൻസ്റ്റന്റേനിയസ് ആക്സലറേഷൻ എന്ന് പറഞ്ഞാൽ. ഓക്കെ, ക്ലിയർ ആണല്ലോ. ഇനി നമുക്ക് പറയാനുള്ളത് ഈ ചാപ്റ്ററിൽ നമുക്ക് ഇനി ഗ്രാഫുമായിട്ട് ബന്ധപ്പെട്ട പൊസിഷൻ ടൈം ഗ്രാഫ്, വെലോസിറ്റി ടൈം ഗ്രാഫ്, ആക്സലേഷൻ ടൈം ഗ്രാഫ് ഒക്കെയാണ് നമുക്ക് ഇനി ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യാം.